Hi dear students. So നമ്മൾ CA ഫൗണ്ടേഷൻ തേർഡ് പേപ്പർ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന തേർഡ് പേപ്പർ നമുക്കറിയാം. ടോട്ടൽ പേപ്പർ എത്ര മാർക്കിനാടാ? 100 മാർക്കിനാണ്. സോ അതിനെ നമ്മൾ 3 കാറ്റഗറൈസ് ഇട്ട് തിരിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ബിസിനസ് മാത്തമാറ്റിക്സ്, the second one logical reasoning, the last one statistics. Okay, yes. Business mathematics എത്ര മാർക്കിന്? 40 മാർക്കിന്. Logical reasoning 20, statistics 40. Then total 100 marks. Got it? Yes. So അതില് ഈ 100 മാർക്കില് ഈ 100 മാർക്കും MCQ ക്വസ്റ്റ്യൻസ് ആണ് അറിയാം. ഓക്കെ, യെസ്. സോ നമ്മുടെ ക്ലാസ്സസ് പോകുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കൂടെ പഠിച്ചു വരണം. ഓക്കെ, യെസ്. അപ്പൊ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ഔട്ട് ചെയ്യുക മാത്രം. ആദ്യം നമ്മൾ നമ്മുടെ CA ഫൗണ്ടേഷൻ ഇത് എന്താ പറയുക, ടെക്സ്റ്റ് ബുക്ക് ICAയുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ കംപ്ലീറ്റ് തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. ദെൻ നമുക്ക് വേറുള്ളതൊക്കെ പിന്നീട് വേണമെങ്കിൽ റെഫർ ചെയ്താൽ മതി. ഓക്കെ, ഇത് പഠിച്ചാൽ തന്നെ പാസ്സാവുന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ചാപ്റ്റർ 1 നമുക്ക് പഠിക്കാനുള്ളത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഇൻഡിസസ്, ലോഗരിതംസ്. ഓക്കെ ഓക്കെ, ഓരോരോ ഇതാണ് ചാപ്റ്ററിന്റെ. ഈ ചാപ്റ്റർ തന്നെ പല പല യൂണിറ്റ്സ് ഉണ്ട്. സോ ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് ആണ് റേഷ്യോ. ഫസ്റ്റ് യൂണിറ്റ് ഈ ചാപ്റ്ററിന്റെ പേരിൽ ഒരു ടേം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, റേഷ്യോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്ററിലോട്ട് കിടക്കാം. എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? റേഷ്യോ എന്താണെന്ന് പഠിക്കാണ്ട്, ഏതൊക്കെ ടൈപ്പാണെന്ന് പഠിക്കാണ്ട്, ഇതാണ് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ചാപ്റ്ററിന്റെ പേര് മനസ്സിലായി, ചാപ്റ്റർ എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, യെസ്. നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനിലോട്ട് പോകാം. എന്താണ് റേഷ്യോ? നോക്കിക്കോ. എ റേഷ്യോ ഈസ് എ കമ്പാരിസൺ ഓഫ് സൈസ് ഓഫ് ടു മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ സെയിം കൈൻഡ് ബൈ ഡിവിഷൻ. ഇവിടെ കമ്പാരിസൺ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയണം. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ശരിക്കും ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മാത്സിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻഷിപ്പ്, രണ്ട് കാര്യങ്ങളുള്ള ബന്ധം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ സപ്പോസ് നിങ്ങളോട് ചായ ഉണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയില്ലേ? ടീ എന്ന് പറയുന്നത്, ടീ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? വാട്ടർ വേണം അല്ലെ? വാട്ടർ വേണം, ഷുഗർ വേണം, പിന്നെ ടീ പൗഡർ വേണം. നമ്മൾ കട്ടൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കട്ടൻ ഉണ്ടാക്കാൻ ഈ മൂന്നല്ല ആവശ്യം. യെസ്, പ്രധാനമായിട്ട് ഞാന് ഒരു ഗ്ലാസ് ആദ്യം ഉണ്ടാക്കാൻ പോകും. ഇത്ര ഒരു ഗ്ലാസ്. സോ ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു, ഒരു ഗ്ലാസ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ എടുത്തു എന്ന് വിചാരിച്ച് 1/2 ടീസ്പൂൺ എന്തെടുത്തു? ടീ പൗഡർ എടുത്തു. ഓക്കെ, അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി. സപ്പോസ് വീട്ടിലോട്ട് 2 ആൾ വന്നു എന്ന് വിചാരിച്ച്. 2 ആൾ വന്നു കഴിഞ്ഞാൽ എത്ര ഗ്ലാസ് കൊണ്ടുവരും? രണ്ടാൾക്ക് 2 ഗ്ലാസ് കൊണ്ടുവരും. സോ 2 വാട്ടർ എന്ത് ചെയ്തു? വാട്ടർ എടുത്തു. സോ എടാ, ഇനി ഇവിടെ രണ്ടാമത്തെ ഷുഗർ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി? ഇല്ല, ഞാൻ ഒരു ഗ്ലാസ് ആയപ്പോ 1/2 ടീസ്പൂൺ ഇട്ടെ. സോ 2 ഗ്ലാസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്ര ഷുഗർ? 1. വേണ്ടല്ലേ? 1 ടീസ്പൂൺ ഉണ്ടായിരുന്നേ, ടീ പൗഡറും 1 ടീസ്പൂൺ ഇട്ടു. ഓക്കെ, സോ എനിക്ക് 2 ഗ്ലാസ് ചായ ഇട്ടു. ഇനി ഇത് 3 ഗ്ലാസ് ആണെങ്കിലും, സപ്പോസ് എനിക്ക് 100 ഗ്ലാസ് വേണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ 100 ഗ്ലാസ് വാട്ടർ എടുത്തു. എത്ര എന്താ പറയാ ഷുഗർ വേണ്ടി വരും? 50 അല്ലെ? 50 ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്താൽ മനസ്സിലാവും 50. അതുപോലെ തന്നെ ടീ പൗഡർ എന്തൊരു 50. അപ്പൊ നോക്കടാ, ഇവിടെ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നിയത് പോലെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഷുഗറും ടീ പൗഡറും വാട്ടറൊക്കെ ചേർത്ത് അല്ല, അവര് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇവിടെ റേഷ്യോ. ഇപ്പൊ ഇതിലൊരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പറയാൻ പറ്റും, വാട്ടറും ഷുഗറും ടീ പൗഡറും 2:1:1 എന്നുള്ള റേഷ്യോയിലാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ നമ്പേഴ്സ് തന്നെ, നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുക? റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഫ്രാക്ഷൻ പാടില്ല. എന്ത് പാടില്ല? ഫ്രാക്ഷൻ. ഇപ്പൊ ഈ 1/2 ഉണ്ടാവില്ല. അങ്ങനെ 1/2 അതിന് ഉണ്ടെങ്കിൽ ഹോൾ നമ്പർ ആക്കിയാൽ മതി. ഓക്കെ, യെസ്. പിന്നെ എന്താ പറയുക, അപ്പൊ ഫ്രാക്ഷൻ പാടില്ല എന്നുള്ള, അതുകൊണ്ട് നമ്മൾ വരും. പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമ്മൾ സാധാരണ റേഷ്യോ പറയാം. ഇപ്പൊ എന്താ 2:1:2 ആണെങ്കിൽ 100:50:50 എന്ന് പറയാം.
പക്ഷെ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുമ്പോൾ എന്ത് വരും 2:1:2 അതാണ് ഏറ്റവും സിമ്പിൾ. ഇനി സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ അത് ഫ്രാക്ഷൻ ആവും. ഇത് ഏതെങ്കിലും ഒരു ടേം. അതുകൊണ്ട് നമ്മൾ 2:1:1 പറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ അപ്പൊ അങ്ങനെയാണ് എന്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത്. റേഷ്യോ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കാം. ഓക്കെ. ഇനി അപ്പൊ അത് റേഷ്യോ എന്താന്ന് വളരെ കൃത്യമാണല്ലോ. യെസ്. ഇനി റേഷ്യോനെ ഇപ്പൊ നമ്മുടെ ഈ റേഷ്യോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനും ഗുണിക്കുന്നതിനും ഒരു വ്യത്യാസമില്ല. അതൊക്കെ താഴെ പറയുന്നുണ്ട്. നമുക്ക് താഴോട്ട് പോവാം. സോ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? ഇതിൽ ഓരോന്നിനും നമ്മൾ ടേംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി നോക്കിക്കോ. ഇഫ് എ ആൻഡ് ബി ആർ ടു ക്വാണ്ടിറ്റീസ് ഓഫ് സെയിം കൈൻഡ് ഉള്ളത് വേണം. ഓക്കെ. അതെന്താന്ന് താഴെ പറയും. ദ ഫ്രാക്ഷൻ എ ബി ഈസ് കോൾഡ് ദ റേഷ്യോ. ഓക്കെ. നമുക്ക് രണ്ട് രൂപത്തിൽ റേഷ്യോന് ഇപ്പൊ സപ്പോസ് ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് A:B എന്ന് പറയുന്നതാണ് റേഷ്യോ എന്ന് വിചാരിക്കും. എയും ബിയും ആണ് അവരുടെ റേഷ്യോ എന്ന് വിചാരിക്കും. അങ്ങനെ വെച്ചാൽ ഇതിനെ രണ്ട് രൂപത്തിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ A:B. അതല്ല ഇങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ A/B. ബോത്ത് ആർ എന്താ റെപ്രസെന്റേഷൻ ഓഫ് എന്താണ് ഒരു റേഷ്യോനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയാണ്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി അപ്പൊ ഈ രണ്ട് രൂപത്തിൽ പറഞ്ഞാലും അത് റേഷ്യോ. അപ്പോൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാം, A:B എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ഇതിലെ ഫസ്റ്റ് ടേമിന് ഇതിൽ രണ്ട് ടേം ഉണ്ടല്ലോ, നമുക്ക് ഇതിൽ കൂടുതലും പഠിക്കാനുള്ള ഇങ്ങനെ രണ്ട് ടേം ഉള്ളതാണ്. സോ ഇപ്പൊ A:B എന്ന് പറയുന്നത് ഒരു ടേം ആണ്. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എനെ നമ്മൾ എന്താ പറയാന്നറിയോ? ആന്റിസിഡന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയും, അല്ലെങ്കിൽ ആന്റിസിഡന്റ് എന്ന് പറയും. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി ബി ഈസ് കോൾഡ്, ബി നമ്മൾ എന്താ പറയാ? സെക്കൻഡ് ടേം. എന്നാലും സെക്കൻഡ് ടേം എന്ന് പറയും, അല്ലെങ്കിൽ കോൺസിക്വന്റ് എന്ന് പറയും. കോൺസിക്വന്റ് അതിന് ശേഷം വരില്ല. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ അങ്ങനെയാണ് എന്ത് പറയാ റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ റേഷ്യോ 5:6 അല്ലെങ്കിൽ 5 and 6 ആർ കോൾഡ്. 5നെ നമ്മൾ എന്ത് വിളിക്കും? 5:6 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയും, 6 നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ടേം എന്ന് പറയും. വളരെ സിമ്പിൾ ലോജിക്. യെസ്. ഇനി റിമാർക്സ്, കുറച്ച് പ്രത്യേകതകളാണ്. എന്തൊക്കെയാണ് റേഷ്യോയുടെ പ്രത്യേകത? ഫസ്റ്റ്, ബോത്ത് ടേം ഓഫ് റേഷ്യോ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ ദ സെയിം നമ്പർ. ഇപ്പൊ സപ്പോസ്, അതായത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കണം, 1:2 ഇതൊരു റേഷ്യോ ആണല്ലോ. ഈ റേഷ്യോനെ ഏതെങ്കിലും നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞേ, സപ്പോസ് 5. ഈ നമ്പറിനെ ഞാൻ ഈ റേഷ്യോനെ 5 കൊണ്ട് ഇൻഡ് ചെയ്യാം. 5 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ രണ്ട് ടേമിന് ഇൻഡ് ചെയ്യണം അല്ലെ? 1 × 5 5, 2 × 5 10. അപ്പൊ നോക്കണം, 1:5 5:10 ആയില്ലേ? 1:2 എന്ന് പറഞ്ഞാലും 5:10 എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഷ്യോ. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡും ചെയ്യാം. സപ്പോസ് വേറൊരു റേഷ്യോ ഞാൻ നോക്കടാ, 4:8 അല്ലെങ്കിൽ 4:12. ഇത് റേഷ്യോ ആണല്ലോ, തീർച്ചയായിട്ടും റേഷ്യോ. ഏതോ തമ്മിലുള്ള ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് ഡോണ്ട് കെയർ. ഓക്കെ, റേഷ്യോ. സോ ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാ. എത്ര വെച്ചിട്ടെന്ന് അറിയോ? 4 വെച്ചിട്ട്. ഓക്കെ. യെസ്. 4ൽ എത്ര 4 ഉണ്ട്? 1. 12ൽ എത്ര 4 ഉണ്ട്? 3. അപ്പൊ നമ്മുടെ ഈ 4:12 എന്ന് പറഞ്ഞാൽ എന്തായി? 1:2. അപ്പോൾ ഇപ്പൊ എന്ത് ചെയ്തെന്നറിയോ? ആക്ച്വലി ഉണ്ടോ, ഈ 4:12 എന്ന് പറഞ്ഞാലും 1:3 എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അതായത് ഇത്ര ഉള്ളൂ ഒറ്റ സെന്റൻസ്. എന്താ? ഒരു റേഷ്യോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ റേഷ്യോയുടെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ. ഓക്കെ. ദ ഓർഡർ ഓഫ് ദ ടേം ഇൻ റേഷ്യോ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലോട്ട് വരാം. ഇവിടെ വാട്ടും ഷുഗറും ടീയും തമ്മിൽ ഇതാണ്. ഞാൻ സപ്പോസ് ഇങ്ങനെ എഴുതുന്നതിന് പകരം 1:2:1 എഴുതിയെന്ന് വിചാരിക്കും. ഓക്കെ. അതായത് നേരത്തെ എഴുതിന്ന് ചെറിയൊരു വ്യത്യാസം. എന്താ വ്യത്യാസം? ഈ 2നെ അങ്ങോട്ടും 1നെ ഇങ്ങോട്ടും മാറ്റി. ഇപ്പൊ ഇതേ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ വാട്ടർ 1 ഗ്ലാസ് എടുത്തു, ഷുഗർ 2 ടീസ്പൂൺ എടുത്തു, ടീ പൗഡർ 1 ആയി. അപ്പൊ ഓർഡറിനനുസരിച്ച് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിൽ? റേഷ്യോയിൽ. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിൽ? റേഷ്യോയിൽ. ഓക്കെ. യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് സെയിം കൈൻഡ്. ഒരേ ഇതിലുള്ളതാണ്. അതായത് ഇതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് സെയിം യൂണിറ്റ് ആയിരിക്കണം. സെയിം എന്തായിരിക്കണം? യൂണിറ്റ്. ഓക്കെ. സെയിം കൈൻഡ് ഉള്ളതുമായിരിക്കണം. ഒരേ, അതായത് എന്തെങ്കിലും ബന്ധം വേണം. താഴെ പറയുമ്പോൾ കൊണ്ട് മനസ്സിലാക്കും.
Okay. There is no ratio between the number of students in a class and the salary of his teacher. ഓക്കെ, സാധാരണ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചല്ല നമ്മൾ എന്ത് ചെയ്യാറ്, ടീച്ചറുടെ സാലറി ഫിക്സ് ചെയ്യാറ്. സോ സ്റ്റുഡൻസിന്റെ നമ്പർ എന്ന് പറയുന്നതും ഇവിടെ ടീച്ചറുടെ സാലറി എന്ന് പറയുന്നത് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു സെയിം കൈൻഡ് ആയിരിക്കണം. ഓക്കെ, യെസ്. ദർ ഈസ് നോ റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ഓഫ് എ വൺ ചൈൽഡ് ആൻഡ് ഏജ് ഓഫ് ദ അനദർ ചൈൽഡ്. ഒരു കുട്ടിയുടെ വെയിറ്റും മറ്റൊരു കുട്ടിയുടെ ഏജും എന്താ പറയാ വെയിറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്നും നമ്മുടെ എക്സാം വൈസിന് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അവർ പറയുന്നു. ഓക്കെ, ഇനി വേറെ ഇല്ലസ്ട്രേഷൻ മനസ്സിലാക്കും. ഒരു കാര്യം പറയാൻ, സെയിം യൂണിറ്റ് ആവണം നമ്മൾ പറഞ്ഞു. എന്താന്ന് നോക്കിക്കോ. ദ റേഷ്യോ ബിറ്റ്വീൻ 150 gram ആൻഡ് 2 kg അത് തമ്മിലുള്ള റേഷ്യോ ആണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് ഗ്രാമിനാണ് തന്നത്, ഒന്ന് കിലോഗ്രാമാണ്. നമുക്കറിയാം ഗ്രാമും കിലോഗ്രാമും എന്തല്ല, സെയിം അല്ല. അതായത് 1000 gram കൂടുമ്പോൾ മാത്രമാണ് 1 kilogram ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ 150 ഗ്രാമും എന്താ പറയാ 2 kilogram. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒരേ ടേമിലോട്ട് അല്ലെങ്കിൽ ഒരേ അളവിലോട്ട് മാറ്റണം. അപ്പൊ നമ്മുടെ 150 ഗ്രാമിന് നമുക്ക് 150 gram തന്നെ എഴുതാം. ഈ 2 kilogram നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാമിലോട്ട് മാറ്റാം. കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റാൻ നമ്മൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ 2 × 1000 എത്ര വരും? 2000 gram. ഓക്കെ ആണല്ലോ? യെസ്. അത് തമ്മിലുള്ള റേഷ്യോ കാണാൻ എന്ത് ചെയ്താൽ മതി, രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ റേഷ്യോ ആണ്. ഒന്നാലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. 150/2000. ഓക്കെ, ഇതിപ്പോ റേഷ്യോ ആയി. പക്ഷെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം. എങ്ങനെ എഴുതാം? സിംപ്ലിഫൈഡ്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിക്കോ. ഇപ്പൊ 0 അതായത് കോമൺ നമ്പറോട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റേഷ്യോനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തിൽ വ്യത്യാസം ഉണ്ടാവില്ല? റേഷ്യോയുടെ വാല്യൂയിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ റേഷ്യോയുടെ വാല്യൂ വ്യത്യാസപ്പെടാത്ത രൂപത്തിൽ അതിനെന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 0 കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്യുന്നതിന് അർത്ഥം എന്താ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാ. ഓക്കെ, ബാക്കി മുകളിൽ 15 ഉണ്ട്, താഴെ 200 ഉണ്ട്. രണ്ടിന് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തൂലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നോക്കട്ടെ, 15/200 എന്നായി. ഇത് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ആട്ടാ. 15 എത്ര 5 ഉണ്ട്? 3. 200 എത്ര 5 ഉണ്ട്? 200 എത്ര 5 ഉണ്ട്? ഐ തിങ്ക് 40. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും 5 കൊണ്ട് രണ്ട് നമ്പേഴ്സിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/40 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ ആണ് 3/40, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാം 3:40 എന്നും പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കാണുന്നത്. അപ്പോൾ ഇവിടെ MCQ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം അപ്പോഴാണ് മനസ്സിലാവുക എന്ത് എങ്ങനെയാണ്. അതായിരിക്കും മിക്കവാറും ഓപ്ഷനിൽ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോക്കടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ 25 minutes ആൻഡ് 44 seconds. കണ്ടോ, 1 മിനിറ്റിലാണ്, 1 സെക്കൻഡിലാണ്. അപ്പൊ 2 സെക്കൻഡിലോട്ട് മാറ്റിയാൽ മതി. എങ്ങനെ ഈ 25 minutes സെക്കൻഡിലോട്ട് മാറ്റുക? എത്ര ആയിട്ടാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60. സോ 60 ആയിട്ട് ഇൻറ്റു ചെയ്താൽ മതി. 60 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1500. അപ്പൊ 1500. അപ്പൊ എങ്ങനെ വരും? 1500 ഡിവൈഡഡ് ബൈ 45. കണ്ടോ, അതാണ് ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ? അപ്പൊ അവർക്ക് എത്ര കിട്ടി? സിംപ്ലിഫൈ ചെയ്തപ്പോ 100/3 കിട്ടി. അതായത് 100:3. ഗോട്ട് ഇറ്റ്? അപ്പൊ ഇങ്ങനെയാണ് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് യൂണിറ്റിലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സെയിം യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 5. ദ റേഷ്യോ ബിറ്റ്വീൻ 3 kilogram ആൻഡ് 5 kilogram 3/5 ആണ്. ഓക്കെ, അപ്പൊ റേഷ്യോ എന്താണെന്നും റേഷ്യോന്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി to compare two ratios, convert into equivalent like fractions. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കടാ, to find which ratio is greater. താഴെ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഏതാണ് വലുതെന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ വലുതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. നോക്കടാ, റേഷ്യോനെ ഇവിടെ ഉണ്ടോ? ഇവിടെ നമ്മൾ ഡെസിമൽ ഫോം എന്ന് പറയാം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ്. ഇതിന്റെ ഡെസിമൽ ഫോം എന്ന് പറയാം. ഇവിടെയോ P/Q ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നോക്കട്ടെ, രണ്ട് ഫോർമാറ്റിലാണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ് വലുതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. സോ രണ്ടിനെയും എന്ത് ചെയ്യണം? സെയിം ഫോർമാറ്റിലോട്ട്
കൺവേർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് നോക്കാം ഏതാണ് വലുതെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. സോ നോക്കിക്കോ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റത്തെ അതേ സൊല്യൂഷൻ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിക്കാം. അപ്പോ രണ്ടും ഡിഫറെന്റ് ഫോർമാറ്റിലാണ്. അപ്പൊ രണ്ടും ഒരേ ഫോർമാറ്റിലൂടെ ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് വൺ നമുക്ക് ഈ ഡെസിമൽ ഫോർമാറ്റ് എടുക്കാം. ഡെസിമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഓക്കെ, 3:6/4:8. ഇതല്ലടാ ഡെസിമൽ ഫോർമാറ്റ്. ഇതാണ് ഡെസിമൽ ഫോർമാറ്റ്. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയത് ഫ്രാക്ഷൻ രൂപത്തിൽ. ഓക്കെ, യെസ്. ഇനി അതിനെ ഞാൻ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കോ. ഞാൻ ഇത് ഇവർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഇവർ ആദ്യം എഴുതിയിട്ടുള്ളത്. അതിന് നമ്മൾ ഈ ഒരു ഫ്രാക്ഷനിലോട്ട് എഴുതി. ഞാൻ പറഞ്ഞു രണ്ട് രൂപത്തിൽ എഴുതാം. എന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോമിനേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ എന്താവും? ഡെസിമൽ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യും അല്ലെ, ഈ ഡെസിമൽ ഇങ്ങോട്ട് മാറും. അപ്പൊ എന്താവും? 36/48 എന്ന് പറയും. അപ്പൊ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ ഡെസിമലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഡെസിമൽ ഒഴിവാക്കണം. നമ്മൾ ഡെസിമൽ ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടി? 36/48 കിട്ടി. ഇനി ഞാൻ ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാണ്. രണ്ടിനെയും ഞാൻ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് അറിയടാ? രണ്ടിനെയും ഞാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 കൊണ്ട്. ഓക്കെ, യെസ്. അപ്പൊ 36 ഞാൻ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 12 കൊണ്ട്. 48നെയും 12 കൊണ്ട്. അപ്പൊ 36 എത്ര 12 ഉണ്ട്? 3. ഡിവൈഡഡ് ബൈ 48 എത്ര 12 ഉണ്ട്? 4. 3/4. കണ്ടോ? ഇങ്ങനെയാണ് ഇവർക്ക് ഈ 3/4 കിട്ടിയത് കേട്ടോ. അപ്പൊ ഈ എക്സ്പ്ലനേഷൻസ് ഒന്നും എവിടെ ഇല്ല, ടെസ്റ്റിലില്ല. അതിനാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് 3/4 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടി. ഇനി ഞാൻ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താ? 2 1/3 3 1/3. എടാ, ഈ 2 1/3 എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം? ആദ്യം അതെന്താന്ന് മനസ്സിലാക്കണം. ഇതിന് നമ്മൾ പറയാം മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയാം. സപ്പോസ് നമ്മുടെ അടുത്ത് ഒരു കേക്ക് ഉണ്ടെന്ന് വിചാരിക്കണം. ഒരു കേക്ക് ഉണ്ട്. അപ്പൊ 2 1/3 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അങ്ങനത്തെ ഒരു കേക്ക് ഞാൻ അതിനെ 3 ഭാഗിച്ചു. അങ്ങനത്തെ 2 ഫുൾ കേക്ക് ഉണ്ട്. ഓക്കെ, ഒരു കേക്ക് ഉണ്ട്, അങ്ങനത്തെ അതിനെ 3 ഭാഗിച്ചു. അപ്പോൾ അങ്ങനത്തെ ഫുൾ കേക്ക് ഭാഗിക്കാത്ത ഫുൾ കേക്ക് ഇല്ലേ, അത് 2 പിന്നെ ആ 3 ഭാഗിച്ചില് ഒരു കേക്ക്. അതാണ് അതിന് അർത്ഥം. 2 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്. സോ ഇതെന്ന് പറയുന്നപ്പോൾ 2 ഉണ്ട്. ഇവിടെ 2 എന്ന് പറയുന്ന ഒരു നമ്പറും ഉണ്ട്, പിന്നെ 1/3 എന്ന് പറയുന്ന മറ്റൊരു ഫ്രാക്ഷനും ഉണ്ട്. സോ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ ഞാൻ സിംഗിൾ ഫ്രാക്ഷൻ ആയിട്ട് വെക്കാൻ പോവാം. എങ്ങനെ അറിയോ? ഈ 2നെ ഈ താഴത്തുള്ളതിനെ നമ്മൾ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് അറിയാം. 2 × 3 ചെയ്യാം. എത്ര വരും? 6. പ്ലസ് അതിലൂടെ നോമിനേറ്റർ ആഡ് ചെയ്യാം. നോമിനേറ്റർ എത്ര? 1 ഡിവൈഡഡ് ബൈ 3. താഴെ 3 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7/3. അപ്പൊ ഉണ്ട് അതിന് അവരെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7/3 കിട്ടും. ഇനി രണ്ടാമത്തത്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഏതാ? 3 1/3 അല്ലേ? അതിന് ഞാൻ മാറ്റാൻ പോവാണ്. 3 1/3. ഇതിനെയും ഇതേ മുകളിൽ ചെയ്ത പോലെ തന്നെ മിക്സ്ഡ് ഫ്രാക്ഷനും സിംഗിൾ ഫ്രാക്ഷനും. 3 × 3 9 + 1 ഡിവൈഡഡ് ബൈ 3. 3 9 + 1 10 10/3. ഓക്കെ, യെസ്. ഇനി ഇത് നമ്മൾ രണ്ടും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ? യെസ്. കാരണം നമുക്കറിയാം 2 1/3 3 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കട്ടെ, ഇതിൽ കുറെ ബേസിക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം. 2 1/3/3 1/3 അല്ലേ? നമുക്ക് കണ്ടോ ഇങ്ങനെ ഈ ഡെസിമൽ ഫോർമാറ്റിനെ ഈ ഒരു ഫ്രാക്ഷൻ ഫോർമാറ്റിലോട്ട് മാറ്റിക്കൂടെ? യെസ്. ഇനി 2 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7/3 ഡിവൈഡഡ് ബൈ 3 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/3. ഇപ്പൊ 10/3. ഇനി ഇവിടെ വീണ്ടും അടുത്തൊരു റൂൾ വരികയാണ്. ഓക്കെ, യെസ്. മാത്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ, കുറേ റൂൾസ് നമ്മൾ പഠിക്കേണ്ടി വരും. A/B ഡിവൈഡഡ് ബൈ C/D. ഇത് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ അതാണ് കിട്ടുക. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ A/B ഡിവൈഡഡ് ബൈ C/D. ഇതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്ന ഫ്രാക്ഷന്റെ റൂൾ എന്ന് പറയുന്നത്? എന്ത് ചെയ്താൽ മതി? ഫസ്റ്റത്തെ അതേപോലെ തന്നെ ഇത് A/B ഇൻറ്റു ഈ രണ്ടാമത്തതുണ്ടല്ലോ, ഈ രണ്ടാമത്തിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്?
ആക്ച്വലി ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്തിലില്ല, ഫ്രാക്ഷനിലില്ല. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷന്റെ റെസിപ്രോക്കൽ എടുത്ത് എന്താ പറയാ, രണ്ടാമത്തതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഈ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്ത് ചെയ്താൽ റെസിപ്രോക്കൽ എടുത്താൽ, അതായത് C/Dന്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ച് നോമിനേറ്ററിനെ ഡിനോമിനേറ്റർ ആക്കുക, ഡിനോമിനേറ്റർ നോമിനേറ്റർ ആക്കുക. അപ്പൊ എന്താവും D/C എന്നാവും. ഇങ്ങനെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു റൂള് മാത്തമാറ്റിക്സിലുണ്ട്. നിങ്ങളത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മുടെ വീണ്ടും പ്രോബ്ലത്തിലോട്ട് വരും. അപ്പോൾ ഇതിനെങ്ങനെ സോൾവ് ചെയ്യുക? ഇതേ ഒരു രൂപത്തിലല്ലേ. ചിലപ്പോൾ ഈ A/D ഇങ്ങനെ തരാം, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയും തരാം. ഇങ്ങനെ A/B/C/D. ഇതിന്റെ മീനിങ്ങും ഇതിന്റെ മീനിങ്ങും സെയിം ആണ്. അതുകൊണ്ട് തന്നെയാണ് മാത്സ് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഈ സൊല്യൂഷനിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു ഒറ്റയടിക്ക് ആൻസർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്സ് ബുദ്ധിമുട്ടാവുന്നത്. അല്ലാതെ ഒരിക്കലും മാത്സ് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒന്നല്ല. ഓക്കെ, സോ ഇതിങ്ങനെ വരുന്നു. സോ നമ്മളതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/3, എന്നിട്ട് താഴത്തതിന്റെ റെസിപ്രോക്കൽ. ഇവിടെ 10/3 അല്ലേ, റെസിപ്രോക്കുമ്പോൾ 3/10. 3യും 3യും കട്ട് ചെയ്ത് പോയി കൂടെ, 7/10. അതായത് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7:10 അല്ലെങ്കിൽ 7/10 ആണ് കിട്ടുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നോക്കിക്കോ, നമ്മൾ രണ്ടിനും മാറ്റിയാണ്ട് ഇവരൊരു ഒറ്റ ലൈനിലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയ കാര്യങ്ങൾ മനസ്സിലാക്കലാണ് മാത്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ പിന്നെ. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കണം, നമ്പർ എവിടെ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് മാറ്റി എഴുതി. ഏതിനെ? ഇതായിരുന്നു നമ്മളെടുത്തിൽ ഏതാ വലുത്. ഏതാ വലുത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എത്ര ചെയ്തേ? യെസ്, ഇതിനെ നമ്മൾ എഴുതി. എത്ര എഴുതിയ? 3/4. ഇതിനെ നമുക്ക് വലുതാക്കിയപ്പോൾ 3/4 കിട്ടി ഇതിന്റെ റേഷ്യോ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 7/10 കിട്ടി. ഓക്കെ, ഇവിടെ 7/10 കിട്ടി. ഓക്കെ, ഇപ്പോഴും ഇതിൽ ഏതാ വലുത് നമുക്ക് മനസ്സിലാവില്ല. കാരണം രണ്ടിന്റെ ഡിനോമിനേറ്റർ ഈ ഫ്രാക്ഷൻ 3/4 എന്ന് പറഞ്ഞാൽ എന്താടാ, ഏതോ ഒരു സാധനത്തിനെ 4 ആക്കി അതിൽ 3. അതർത്ഥം എന്താ 7/10 എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സാധനം അതിനെ 10 ആക്കി 7 ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ഇനി ഇത് വലുത് ഏതാ നോക്കേ. രണ്ടിന്റെ ഡിനോമിനേറ്ററും സെയിം ആക്കിയാൽ പോരെ. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. അപ്പൊ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്ത് ചെയ്യാന്നറിയോ? ഇവിടുത്തെ ഡിനോമിനേറ്റർ 10 അല്ലേ, ഈ 10 ഉപയോഗിച്ച് ഇതിന്റെ നോമിനേറ്ററിന് ഡിനോമിനേറ്റർ ഇൻഡ് ചെയ്യാം. ഇനി ഇവിടുത്തെ ഡിനോമിനേറ്റർ 4 അല്ലേ, ഈ 4 ഉപയോഗിച്ച് ഇവിടുത്തെ നോമിനേറ്റർ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രാക്ഷനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ അതിന്റെ വാല്യൂ മാറുമോ? മാറില്ല. സോ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. സോ അപ്പൊ ആദ്യം ഞാൻ 3/4 എടുക്കും. 3/4 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ അല്ലെ? അപ്പുറത്തെ ഡിനോമിനേറ്റർ, രണ്ടാമത്തെ ഡിനോമിനേറ്റർ 10 ആയിട്ട്. അപ്പൊ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. 3 × 10 30/40 എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഈ 3/4 അപ്പൊ അത് കിട്ടിട്ടോ. ഇനി ഇതാണ് നമുക്ക് ആവശ്യം. ഇനി രണ്ടാമത്തെ എന്താ? 7/10. അതിന് ആരെ വെച്ച് ഇൻഡ് ചെയ്യണം? മറ്റേതിന്റെ ഫസ്റ്റത്തിന്റെ ഡിനോമിനേറ്റർ വെച്ച്. എത്ര വെച്ച്? 4 വെച്ച്. 7 × 4 28. ഡിവൈഡ് 4 × 4 10 × 4 40. എടാ ഇപ്പൊ രണ്ടിന് ഞാൻ എന്ത് കണ്ടുപിടി? ഇപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? സെയിം ആയി. ഇനി ഇതിൽ ഏതാണ് വലുത്? 30/40 ആണോ 28/40 ആണോ? സിമ്പിൾ ആയിട്ട് പറയാം, ഏതാണ്? 30/40 ആണ്. കാരണം എന്താണ്? 40 ഏതോ ഒരു സാധനത്തിന് 40 ഭാഗങ്ങളായാലും അതിൽ 30 ഭാഗമാണ് വലുത്. അതേ സാധനത്തിന്റെ 28 ആണ് വലുത്. 30/40 ആണ്. അപ്പൊ അത് ഏതിന്റെ സിംപ്ലിഫൈ ആണ്? അപ്പൊ ഇതാണ് ഗ്രേറ്റർ, ഇതാണ് വലുത്. ഇത് വലുതാണ്. ഇത് വലുതാണ് ഏതിനേക്കാൾ? 3:6 അല്ല 3.6:4.8 വലുത്. അത് തന്നെയാണ് ഇവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടോ? ലാസ്റ്റ് 3/4 ആണ് 7/10 വലുത്. ഓക്കെ, ഇങ്ങനെയാണ്. ഇങ്ങനെ വരാറില്ല, പക്ഷെ ചില സിറ്റുവേഷനിലെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഞാൻ അടുത്തൊരു പോയിന്റ് പറയണം. ഇഫ് എ ക്വാണ്ടിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, ഒരു ക്വാണ്ടിറ്റി ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ? ഇൻ ദ റേഷ്യോ A:B. ഏത് റേഷ്യോയില? A:B എന്നുള്ള റേഷ്യോയിലാണ്. Then the new quantity B/A of
ഒറിജിനൽ ക്വാണ്ടിറ്റി ബൈ എ. നോക്കിക്കോ, ശ്രദ്ധിച്ചു മനസ്സിലാവും. എടാ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോ ഇവിടെ ഇല്ലുസ്ട്രേഷൻ 7 നോക്കിയാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. റോണാക്ക് വെയിറ്റ് 56.7 കിലോഗ്രാം. റൊണാക്കിന്റെ എത്രയാണ് വെയിറ്റ്? 56.7. ഇഫ് റെഡ്യൂസസ് വെയിറ്റ് ഇൻ ദ റേഷ്യോ 7:6. 7:6 അയാൾ എന്ത് ചെയ്യാണ്? വെയിറ്റ് കുറക്കാൻ പോവാണ്. ഫൈൻഡ് ദ ന്യൂ വെയിറ്റ്. അപ്പൊ അയാൾ കുറച്ചു. ഏത് റേഷ്യോയിൽ കുറച്ച്? 7:6. അപ്പൊ എങ്ങനെയാണ് അതിന്റെ വെയിറ്റ്? സപ്പോസ് ഇതിന് A:B ആണെന്ന് വിചാരിക്കും. A:B ആണെങ്കിൽ അയാളുടെ ന്യൂ വെയിറ്റ് എത്രയായിരിക്കും? ന്യൂ വെയിറ്റ് കാണാൻ എങ്ങനെ അറിയോ? ആദ്യം നമുക്ക് ആദ്യമുള്ള വെയിറ്റ് എടുക്കുക. എത്ര? 56.7. ഇവിടെ 7:6 അല്ലേ? അപ്പൊ എന്ത് എടുക്കാന്ന് അറിയോ? നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, തിരിച്ചെടുക്കുക. അതായത് 7:6 വേണമെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? 7/6 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് അറിയോ? ഇതിനെ തിരിച്ചെടുക്കുക, ഇതിനെ റിവേഴ്സ് ചെയ്യുക. അപ്പൊ ഇത് A/B എന്ന് പറഞ്ഞ ഫോർമാറ്റ് ആണ്. ഇതിനെ തിരിച്ചിടുക. അപ്പൊ അത് എന്തായിട്ട് മാറും? B/A. ആ B/A ആണ് ഇവിടെ പറയുന്നത്. B/A. എന്നിട്ട് എന്താ B/A എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇതിനെ തിരിക്കുമ്പോൾ 6/7 ആവും അല്ലേ? ഈ 6/7 കൊണ്ട് ഇതിനെ ഇൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും അറിയാം? 48.6. ഓക്കെ, അപ്പൊ ഇതായിരിക്കും അവരുടെ പുതിയ റേഷ്യോ. അപ്പൊ നോക്കണം, A:B എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഒരു അളവ് ഒന്നല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? B/A ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നോക്കണ, റൊണാക്കിന്റെ വെയിറ്റ് ഏത് റേഷ്യോയിലാണ് കുറച്ചത്? 7:6. അതായത് 7/6. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 7/6 എന്ത് ചെയ്യാൻ തിരിച്ചിട്ടാൽ 6/7. അപ്പൊ ആ 6/7 ആയിട്ട് ആളുടെ വെയിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് 56.7 ആണ്. സോ അതായിട്ട് എന്ത് ചെയ്യുമ്പോൾ 48.6 വരും. ഇങ്ങനെയാണ് നമ്മളിത് കാണാം. ഓക്കെ, യെസ്. അപ്പൊ അതോടുകൂടെ എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇവിടെ LCM HCF ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അത് എടുക്കാത്ത എന്താ വെച്ചാൽ ആദ്യം HCM LCM പിന്നെ നമ്മൾ പറയേണ്ടി വരും. സോ നമുക്കത് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, അല്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഇല്ലുസ്ട്രേഷൻ. സിംപ്ലിഫൈ ദ റേഷ്യോ 1/3, 1/8, 1/6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ആദ്യം അറിയേണ്ടത് LCM കാണണം. ഇവിടെ LCM ഓഫ് 3, 8 and 6. അതായത് LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെയൊക്കെ എന്താ പറയാ, LCM എന്ന് പറയുന്നത് 24 ആണ്. സോ ഞാൻ ഇപ്പൊ എന്താണ് LCM എന്ന് പറയുന്നില്ല. സോ നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പഠിക്കണം. ഓക്കെ, LCM എന്താണെന്നുള്ളത്. കാരണം ക്ലാസ് ലെങ്ത് ആയി പോകും. കാരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ് LCM. ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എവിടെയെങ്കിലും LCM എന്താണെന്ന് പഠിക്കുക, അതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം. സോ LCM എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ ആ 24 വെച്ച് എല്ലാ നമ്പേഴ്സിനും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കോ, എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിക്കോ, അപ്പൊ ഏതൊക്കെയാണുള്ളത്? 1/3 ഉണ്ട്, 1/8 ഉണ്ട്, 1/6 ഉണ്ട്. എല്ലാത്തിനും 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24/3 അല്ലെ? 1 × 24 24/3 എന്ന് പറഞ്ഞാൽ 8:2. 1 × 24 എന്ന് പറഞ്ഞാൽ ഇവിടെയും 24 ഉണ്ട്. 24 / 8 എന്ന് പറഞ്ഞാൽ എത്ര? 3 എന്ന് വരും. 1 × 24 24/6 എന്ന് പറഞ്ഞാൽ എത്ര? 4. അപ്പൊ ഉണ്ടോ നമുക്ക് ഇതിനെ ഓട്ടോമാറ്റിക്കലി സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ എന്തായിട്ട് എഴുതായി? LCM ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, യെസ്. ഇനി അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ ശരിക്കും ആക്ച്വലി പഠിക്കുന്നത്. ഇത്രയും കൺസെപ്റ്റുകൾ പഠിച്ചതിന് ശേഷം അത് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ മാത്സ് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി തിയറി മാത്രമല്ല, പ്ലസ് പ്രാക്ടിക്കലൂടെ ആകുമ്പോൾ അതിന്റെ കംപ്ലീഷൻ ആവും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ദ ന്യൂ റേഷ്യോ നോക്കിക്കോ. എക്സാമ്പിൾ 2 ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് to the number of girls in a school of 720 students. 720 കുട്ടികളുള്ളത്. അതില് നമ്പർ ഓഫ് ബോയ്സിന്റെയും നമ്പർ ഓഫ് ഗേൾസിന്റെയും തമ്മിലുള്ള റേഷ്യോ, അവരെ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. ഓക്കെ, if 18 new girls are admitted in the school. സ്കൂൾ എന്ത് ചെയ്തു? 18 പെൺകുട്ടികൾ വന്നു. Find the ratio of new boys
may be admitted so that the ratio of number of boys and the number of girls is changed to 2:3. Okay. എന്താ കാണേണ്ടത്? ഫൈൻഡ് ഹൗ മെനി ന്യൂ ബോയ്സ് മേ ബി അഡ്മിറ്റഡ് സോ ദാറ്റ്. എത്ര ബോയ്സിന് കൂടി ആഡ് ചെയ്യണം എപ്പോൾ? എന്താണ്? സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ് ചേഞ്ച് ടു 2:3. അതായത് നോക്കണേ, കൃത്യമായി പറഞ്ഞുതരാം ഒന്നുകൂടെ. നമ്മളുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ഇതാണ് ആ സ്കൂൾ എന്ന് വിചാരിച്ചു. ഈ സ്കൂളിൽ 720 കുട്ടികളുണ്ടായിരുന്നു. ഇതില് ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. അതായത് 3:5 എന്ന് പറഞ്ഞാൽ 3 ബോയ്ക്ക് 5 ഗേൾസ്. അതായത് ഗേൾസ് ആണ് അവിടെ കൂടുതൽ എന്നർത്ഥം. ഇനി 18 കുട്ടികൾ എന്ത് ചെയ്തു? 18 ഗേൾസ് വന്നു. 18 ഗേൾസ് വന്നു. എന്നിട്ട് എത്ര നമ്പർ ഓഫ് ബോയ്സ് വന്നു? ബോയ്സ് എത്ര വന്നു എന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഇവരുടെ റേഷ്യോ എത്ര ആയിട്ട് വന്നു? ഇതിലൂടെ സ്കൂളിലൂടെ വീണ്ടും വരിക കേട്ടോ. സോ അവരുടെ അപ്പൊ റേഷ്യോ എത്ര ആയിട്ട് മാറി? 2 എത്രയായി? 2:3 എന്ന് പറയുന്ന റേഷ്യോ ആയി. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് എന്താ പറയാ ബോയ്സ് ആണ് വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇപ്പൊ എത്ര ബോയ്സും ഗേൾസും ഉണ്ടെന്ന് പറയാം. അതായത് ഈ 18 ഗേൾസ് വരുന്നതിന് മുമ്പ് എത്ര ബോയ്സും ഗേൾസും ഉണ്ട് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. ഇത് 18 ഗേൾസ് വന്നതിന് ശേഷമുള്ള സിറ്റുവേഷൻ ആണ് ഇത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ കേസ് 1 ഇതിന് വേണമെങ്കിൽ കേസ് 2 എന്ന് വിളിക്കാം. വാട്ട് ഈസ് കേസ് 1? നോക്കിക്കോ, കേസ് 1 720 കുട്ടികളാണ് ഉള്ളത്. അതിൽ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ 3:5. അപ്പൊ ഇങ്ങനെ വരുന്നതല്ല. ഇതെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 720 അല്ലേ, നമുക്ക് സപ്പോസ് ബോയ്സ് 3:5 എന്ന റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികളാണ്? ഞാൻ സപ്പോസ് കുട്ടികളുടെ നമ്മൾ എക്സ് വെച്ചെടുക്കുന്നു. നമ്പർ ഓഫ് ബോയ്സ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? അവരുടെ 3x ആയിട്ട് എടുക്കുന്നു. എന്തായിട്ട് എടുക്കുന്നു? 3x. നമ്പർ ഓഫ് ഗേൾസിനെ ഞാൻ 5 ആയതുകൊണ്ട് ഞാൻ അതിനെ 5x എന്ന് എടുക്കും. ഓക്കെ. യെസ്. ടോട്ടൽ എത്ര ഇതുണ്ട്? 3x പ്ലസ് 5x. എത്ര കുട്ടികൾ ഉണ്ടാവും അവിടെ? 720 കുട്ടികളുണ്ട്. അതായത് നമുക്ക് മനസ്സിലാവും 3x പ്ലസ് 5x എന്താ? 8x. 8x എന്ന് പറഞ്ഞാൽ 720. 720 അല്ലെ? x is equal to എത്രയാണ്? 720/8. മനസ്സിലാവുന്നുണ്ടോ? എത്ര കിട്ടും എന്നറിയോ? ഓക്കെ, 720/8 എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, അപ്പൊ എക്സ് 90 ആണെന്ന് മനസ്സിലായി. എന്തായിരുന്നു നമ്പർ ഓഫ് ബോയ്സ്? 3x ആയിരുന്നു. അപ്പൊ 3 ഇൻറ്റു x എത്ര? x എത്ര? 90. അപ്പൊ എത്ര? 270 ബോയ്സ് ഉണ്ടായിരുന്നു. ഓക്കെ. എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? ഗേൾസ് 5 ഇൻറ്റു 90 എത്ര വരും? 450. അപ്പൊ 450 ഗേൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി എന്താ സംഭവിച്ചത്? 18 ഗേൾസും കൂടെ വന്നു അല്ലെ? അപ്പൊ 18 ഗേൾസ് കൂടെ വന്നാൽ ഇപ്പൊ എത്ര ബോയ്സും ഗേൾസും ഉണ്ടാവും? ബോയ്സ് എത്ര ഉണ്ട്? 270 മാറ്റല്ല. ഗേൾസ് എത്ര ഉണ്ട്? 450 പ്ലസ് 18. ആ 18 വന്നോളൂ. എത്ര ഉണ്ടാവും? 468. ടോട്ടൽ എത്ര ആൾക്കാരുണ്ടാവും? 468. ഇനി ചോദിക്കാണ്, എത്ര ബോയ്സ് കൂടെ വന്നാലാണ് ഇവരുടെ റേഷ്യോ 2:3 ആവുക? 2:3 നമ്മളൊന്നുകൂടെ വൃത്തിക്ക് എഴുതി എങ്ങനെ പറയാം? 2/3 എന്ന് പറഞ്ഞൂടെ? യെസ്. അപ്പൊ നോക്കടാ, സപ്പോസ് എക്സ് ബോയ്സ് ആണെന്ന് വന്നെന്ന് വിചാരിക്കും. എത്ര ആൾ വന്നു? എക്സ് നമ്പർ ഓഫ് ബോയ്സ്. അങ്ങനെ വെച്ചാൽ ഇപ്പോഴത്തെ ബോയ്സ് എത്ര ആയിട്ട് മാറും? ഇപ്പൊ 270 ഉണ്ട്. പിന്നെ ഏതോ എക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എക്സ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുള്ളത്. അപ്പൊ ഞാൻ എക്സ് നമ്പർ ഓഫ് 270 പ്ലസ് എക്സും ഉണ്ട്. ഡിവൈഡഡ് ബൈ എത്ര ഗേൾസ് ഉണ്ട്? 468. സിക്വൽ ടു ഇവര് തമ്മിലുള്ള റേഷ്യോ, അതായത് ഇവിടുത്തെ ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ ഏത് റേഷ്യോ ആണ്? 2/3. ആ റേഷ്യോയിൽ ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ് ആണെന്നുള്ളതാണ്. ഇതിന്ന് നമ്മൾ ഇനി എക്സ് കാണാം. എങ്ങനെ എക്സ് കാണാൻ നോക്കിക്കോ. ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഈ 468നെ ഇങ്ങോട്ടും കൊണ്ടുവരാം. സോ ഇവിടെ ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 3 ആവും. സോ 3 ഇൻറ്റു ഇവിടെ 2 ടേം ഉണ്ടായതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. 270 പ്ലസ് എക്സ് സിക്വൽ ടു ഈ 460 ഇവിടെ ആൾറെഡി 2 ഉണ്ട്. ഇവിടെ 460 ഡിവിഷൻ ആണ്. സോ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ 468. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം? 3 ഇൻറ്റു
270. 3 into 270 എത്രയെന്ന് അറിയോ? 810 പ്ലസ് 3 into x 3x പ്ലസ് 2 into 468 എത്ര വരുന്ന അറിയോ? 936. 2 into 468. 3x അവിടെ നിർത്തുന്നു, 810 ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 936 മൈനസ് 810 വരും. മൈനസ് 810 എത്ര വരുന്ന അറിയോ? 3x is equal to 126 വരും. x is equal to എന്ത് വരും? 126 ബൈ ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 എത്ര വരുന്ന അറിയോ? 42. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ്. അത് എത്ര വരിക? 42. ഓക്കെ, അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടെ കഴിയും. അപ്പൊ ആ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു കേട്ടോ. കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുത്തു. ഇങ്ങനെയാണ് ചെയ്യുക. ഞാൻ അതിനൊരു സ്ട്രക്ചർ ഒന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് പറഞ്ഞത്. സോ ഇവിടെ എന്ന് പറയുന്നത് എഴുത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ബിക്കോസ് എന്ന് പറയുന്നത് എന്തല്ല, നമ്മൾ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് സ്റ്റഡി. നമ്മൾ MCQs ആണ്. അപ്പൊ MCQ ആൻസർ കിട്ടലാണ് പ്രധാനം. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി ഇൻവേഴ്സ് റേഷ്യോ. എന്താണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് റേഷ്യോ എന്താണ്, രണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് റേഷ്യോസ് ആണ്. ഇത് രണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആൾറെഡി റേഷ്യോ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റേഷ്യോസ്. ഫസ്റ്റ് ഒന്നാണ് ഇൻവേഴ്സ് റേഷ്യോ. എന്താ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അറിയോ? വൺ റേഷ്യോ ഈസ് ഇൻവേഴ്സ് ഓഫ് ദി അതർ, ദെയർ പ്രൊഡക്റ്റ് ഈസ് വൺ. ഒരു റേഷ്യോന് നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക, 1 ആയിരിക്കും കിട്ടുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് 5/6 ഇതൊരു റേഷ്യോ ആണല്ലോ. ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തല തിരിച്ചിട്ട് എത്ര വരും? 6/5. ഇതാണ് ഇൻവേഴ്സ് റേഷ്യോ. ഇത് രണ്ടും ഇൻഡ് ചെയ്താലോ? 5/6 into 6/5 എത്ര വരും? 5 into 6 30, 5 into 6 30, 30/30 1. അതായത് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നേരെ തല തിരിച്ചിടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇപ്പൊ സപ്പോസ് A:B എന്ന് പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ ആണ്. B:A. A:B ഇനി ഉണ്ടോ? B/A ആണ് വരിക. അപ്പൊ A into B AB, A into A AB is equal to 1. കട്ടായി. ഓക്കെ, that's called ഇൻവേഴ്സ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് റേഷ്യോ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റേഷ്യോയുടെ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. ഇതാണ് ഓരോ പ്രോപ്പർട്ടീസ്. നോക്കിക്കോ. ഇനി അതിന്റെ ഒന്ന് സം പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോ. ഓക്കെ, എ റേഷ്യോ A:B said to be greater inequality if A greater than B. ഇപ്പൊ നോക്കടാ, എ വലുതും ആദ്യത്തെ ഫസ്റ്റ് ടേം വലുതും സെക്കൻഡ് ടേം ചെറുതുമാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ 8:3 ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? ആദ്യത്തെ വലുതും രണ്ടാമത്തെ ചെറുതുമാണെങ്കിൽ ഇനി ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്ന് പറയും. ഇനി ആദ്യത്തത് ചെറുതും 1:2 ആദ്യത്തത് ചെറുതും രണ്ടാമത്തെ വലുതുമാണെങ്കിൽ അതിന് നമ്മൾ ലെസ്സർ ഇനീക്വാളിറ്റി എന്ന് പറയും. അപ്പൊ അത് ഓക്കെ ആണല്ലോ, സിമ്പിൾ പോയിന്റ്സ്. ഓക്കെ, രണ്ടാമത്തത് ദ റേഷ്യോ കോമ്പൗണ്ടഡ് ഓഫ് 2 റേഷ്യോസ്. ഇനി രണ്ട് റേഷ്യോസിന് എങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യുക? ഫസ്റ്റ് റേഷ്യോ A:B യും രണ്ടാമത്തെ റേഷ്യോ C:D ആണെന്ന് വിചാരിക്കും. സാധാരണ എങ്ങനെ എടുക്കാറുള്ളത്? A:B യും C:D. സോ ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോമ്പൗണ്ടർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഫസ്റ്റ് ടേമുകൾ തമ്മിൽ ഇൻഡ് ചെയ്യുക, രണ്ടാമത്തെ ടേമുകൾ തമ്മിൽ ഇൻഡ് ചെയ്യുക. ഫസ്റ്റ് രണ്ടിന്റെയും ടേം എന്താ? ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? A. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താ? C. അപ്പൊ A into C is to. രണ്ടാമത്തെ ടേം എന്താ? B യും ഇവിടുത്തെ രണ്ടാമത്തെ ടേം D. അതായത് AC is to BD. അപ്പൊ ഇതാണ് ഇതിന്റെ കോമ്പൗണ്ടർ റേഷ്യോ. ഇതിനെന്താ പറയാ? കോമ്പൗണ്ട് റേഷ്യോ. മനസ്സിലായോ? ഇവിടെ അതാണ് പറഞ്ഞിട്ടുള്ളത്, AC is to BD. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് റേഷ്യോ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഈ റേഷ്യോ കോമ്പൗണ്ടഡ്, അപ്പൊ നോക്കട്ടെ, ഇവിടെ ഒരു എക്സാമ്പിളൂടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 3:4
5:7 കോമ്പൗണ്ട് രണ്ട് റേഷ്യോസ് ആണെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് റേഷ്യോ എന്താ വരിക? ഇവിടുത്തെ 3യും ഇവിടുത്തെ 5 3:5 15, രണ്ടാമത്തെ 4ഉം 7ഉം എത്ര വരും? 28. അപ്പൊ ഇവരുടെ കോമ്പൗണ്ട് റേഷ്യോ ആണ് അത് 15:28. ഇനിയിപ്പോ വേറെ റേഷ്യോ പറഞ്ഞാൽ 2:3, അതുപോലെ തന്നെ 5:7. ഈ രണ്ട് റേഷ്യോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കോമ്പൗണ്ട് ചെയ്യുക. ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഫസ്റ്റ് ടൈം എത്ര? 2. ഇതിന്റെ ഫസ്റ്റ് ടൈം എത്ര? 5:2. രണ്ടാമത്തെ ഫസ്റ്റ് ടൈം എത്ര? 7. എത്ര വരും? 10:21. ഇതാണ് ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ. ഓക്കെ, യെസ്. ഇനി 3 ഉണ്ടെങ്കിലോ? സപ്പോസ് 3 ഉണ്ടെന്ന് വിചാരിക്ക്. 1:2, 3:5, 2:3 എന്നാണ് വിചാരിച്ചത്. ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ എങ്ങനെയാണ്? 3 ഫസ്റ്റ് ടേം എടുക്കാം. ഇവിടെ 1, ഇവിടുത്തെ രണ്ടാമത്തിന്റെ എന്താ? 3, വീണ്ടും എന്താ? 2. ഫസ്റ്റത്തിന്റെ എന്താ? 2, രണ്ടാമത്തിന്റെ എന്താ? 5:3. 1 into 2 into 3 6, 2 into 5 10, 10 into 5 അല്ല 10 into 3 30. ഇതാണ് ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ 6:30. സോ കോമ്പൗണ്ട് റേഷ്യോ അപ്പൊ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കാം. ഇനി അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കോമ്പൗണ്ട് റേഷ്യോ ഓഫ് 2:3, 5:7, 4:9. ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ 40:189. അതായത് എല്ലാ ഫസ്റ്റ് ടേമുകളും ഇൻഡ് ചെയ്യുക, എല്ലാ സെക്കൻഡ് ടേമുകളും ഇൻഡ് ചെയ്യുക. ഓക്കെ, ഇനി എ റേഷ്യോ കോമ്പൗണ്ടഡ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. എന്താണ്? ഇപ്പൊ A:B എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് വിചാരിച്ചു. ഓക്കെ, ഒരു റേഷ്യോ ആണ്. അതിനെ അതുകൊണ്ട് തന്നെ അതിന്റെ കോമ്പൗണ്ട് ചെയ്യാം. അപ്പൊ അതായത് A:B ഇതിന് രണ്ടും നമ്മുടെ A into A എന്ന് വരില്ലേ? A into A is to B into B. What is A into A? A square. B into B, B square. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ അപ്പൊ ഇറ്റ്സെൽഫ് തന്നെ അതിനെ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പുതിയൊരു പേരിട്ട് വിളിക്കും. അതിനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് പറയും? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മെയിൻലി നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് ഗ്രേറ്റർ ഇനീക്വാളിറ്റി എന്താ പറഞ്ഞു, ലെസർ ഇനീക്വാളിറ്റി എന്താന്ന് പറഞ്ഞു, കോമ്പൗണ്ട് റേഷ്യോ എന്താന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഒരു റേഷ്യോ അതിനെ ഇറ്റ്സെൽഫ് തന്നെ കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ.